ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മതനേതാക്കന്മാരുടെ ഹൃദയത്തിനകത്തും സന്യാസ വൃന്ദങ്ങളുടെ ഹൃദയത്തിനകത്തും ആകെയുള്ള സകല മനുഷ്യരുടെയും ഹൃദയത്തിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് യേശു? ആരാണ് യേശു ക്രിസ്തു? യേശു ക്രിസ്തു ആരാണെന്നുള്ള വ്യക്തത ഇതുവരെ ആർക്കും വ്യക്തമായി വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പലരും പല അഭിപ്രായങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ പലരും യേശുവിനെ കുറിച്ച് പലവിധമാകുന്ന അഭിപ്രായങ്ങൾ. ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമെന്ന് പറയുന്നവരുണ്ട്, വിദേശ ദൈവമെന്ന് പറയുന്നവരുണ്ട്, മറ്റെല്ലാ ദൈവങ്ങളെ പോലെയും യേശുവും ഒരു ദൈവമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച്. അതുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രനായ എന്നെ കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത്? അപ്പൊ ജനങ്ങളുടെ ഇടയിൽ പലവിധമാകുന്ന അഭിപ്രായങ്ങൾ. ഇവൻ അച്ഛന്റെ മകനല്ലയോ? അതൊക്കെ നിങ്ങൾക്കറിയാം. ഇവൻ ജോസഫിന്റെ മകനല്ലയോ? അവന്റെ സഹോദരന്മാരെ നമുക്കറിയില്ലയോ? ഇങ്ങനെ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ യേശുവിനെ കുറിച്ച് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും പല അഭിപ്രായങ്ങൾ പരന്നുകൊണ്ടിരുന്നു. അതേ അഭിപ്രായത്തിൽ ഇന്ന് മാറ്റമില്ല. അതേ അഭിപ്രായത്തിന്റെ മൂർച്ഛനീയാവസ്ഥയിലാണ് ഇന്നത്തെ കാലഘട്ടം യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കപ്പെടുന്നത്. യേശുവിനെ ഒരു പടത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോയ്ക്കകത്ത് ഒക്കെ സ്ഥാപിക്കപ്പെട്ട് ഇതാണ് യേശു ക്രിസ്തു എന്ന് വരുത്തി തീർക്കുന്ന നിലവാരത്തിലേക്ക് ഇന്ന് ലോകം എത്തപ്പെട്ട് കിടക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ആരാണ്? ഇന്ന് രാത്രികാലം അതിനാധാരമായി നമുക്ക് ഒരു വേദഭാഗം വേഗത്തിൽ നമുക്ക് വായിക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം. വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു. ഒരാവർത്തി കൂടി 41-ാം വാക്യം. അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു. ഇവൻ ആരാണ് എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഇതേ ചോദ്യം തന്നെയാണ് മാനവരാശിയുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഊഴിത്തിരിയുന്ന ചോദ്യം. ആരാണ് യേശു? ഇവനാരാണ്? രോഗികളെ സൗഖ്യമാക്കുന്ന ഇവനാരാണ്? ഭൂതഗ്രസ്തരെ പുറത്താക്കുന്ന ഇവനാരാണ്? മാനവരാശി അല്ലെങ്കിൽ ലോക മനുഷ്യർ പ്രസവിക്കപ്പെടുന്ന ഇവനാരാണ്? ഇങ്ങനെ വിവിധ ചോദ്യങ്ങൾ, വിവിധ അഭിപ്രായങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ വേറെ ആരുമല്ല പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ തമ്മിൽ പറയുന്നതാണ് യേശു ക്രിസ്തു ആരാണ്. അപ്പൊ യേശു ആരാകുന്നു എന്നറിയുന്നതിന് മുമ്പ് നമ്മൾ ദൈവമാരെന്നറിയണം. ദൈവമാരെന്നറിഞ്ഞാൽ യേശു ആരെന്നറിയും. മനസ്സിലാക്കുക. അപ്പൊ യേശു ആരാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുവാൻ കഴിയുന്ന നിരവധി തെളിവുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അപ്പൊ യേശു ആരാണ് എന്ന് പല പഠിപ്പിക്കലുകൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുണ്ട്. പലതരത്തിലുള്ള ആരാധനകൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുണ്ട്. പല വിധത്തിലുള്ള വിശ്വാസങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുണ്ട്. പല വിധത്തിലുള്ള ചിന്താഗതികൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുണ്ട്. പല
തരത്തിലുള്ള അതേ ദൈവിക ശാസ്ത്രങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുണ്ട്. പക്ഷേ ഇതിലൊന്നിലും വ്യക്തമായിട്ട് യേശു ആർക്കും പറഞ്ഞു തീർക്കുവാൻ, അല്ലെങ്കിൽ ഒരു പുസ്തകപ്പെട്ട് പറഞ്ഞു തീർക്കുവാൻ ഇവനെ ഇങ്ങനെയാണ്, യേശു ഇതാണ്, യേശു ഇങ്ങനെയാണ്, അല്ലെങ്കിൽ യേശു അങ്ങനെയാണെന്ന് ഒരു വ്യക്തത വരുത്തി പുസ്തകപ്പെടുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു മറുപടി ഇല്ലാത്ത, അല്ലെങ്കിൽ ശരിയായ ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ് ഇവനാണ്, യേശു ആരാണെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ കൂടി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയട്ടെ. അതുകൊണ്ട് നമുക്ക് അതിന് മറുപടിയായിട്ട്, ഉത്തരമായിട്ട് ഒന്നാമത് നമുക്കൊരു വാക്യം കൂടി അതേ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, പിറ്റേന്നാൾ യേശു യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ ലോകത്തിന്റെ പാപം, അപ്പോൾ ലോകം മുഴുവനും പാപമാണ്, ലോകം മുഴുവനും ഭാവികളാണ്. അപ്പോൾ പാപം ഉണ്ടാകുവാൻ കാരണം, അല്ലെങ്കിൽ യേശു ലോകത്തിന്റെ പാപത്തെ കുഞ്ഞാടായി ഈ ഭൂമിയിൽ അവതരിക്കുവാൻ കാരണം ഒന്ന് നമുക്കറിയാം. ദൈവം മനുഷ്യനെ തന്റെ രൂപത്തിലും തന്റെ സാദൃശ്യപ്രകാരം ഉണ്ടാക്കി. വിശുദ്ധ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന, ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ മനുഷ്യനെ ദൈവം ഉണ്ടാക്കുവാനുള്ള കാരണം പ്രധാനമായും എല്ലാവരും പറയുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. അത് ശരി തന്നെയാണ്. എന്നാലും ദൈവ മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ രൂപത്തില്, ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം നിലത്തിലെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി എന്നാണ്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, സെന്റ് മേരീസ് സ്കൂൾ, കിഴക്കേത്തൂർ സെന്റ് മേരീസ് സ്കൂൾ. ഞാൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച ഒരു സ്കൂളാണ്. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരുടെ എല്ലാവരുടെയും ഏകദേശം പേരുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ച ടീച്ചറിന്റെ മുഖം ഓർമ്മയുണ്ട്, അവരുടെ പേരും ഓർമ്മയുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ വടകോടുള്ള ജോളി എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് എന്നെ സ്കൂളിൽ സാമൂഹിക പാഠം പഠിപ്പിച്ചത്. അവർ ഈ സാമൂഹിക പാഠത്തിൽ അന്ന് ടീച്ചറിനെ പഠിപ്പിച്ചത് മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നാണ്. മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമനുസരിച്ച് മനുഷ്യൻ ജീവിതത്തിൽ പരിണാമമുണ്ടായി, ജീവിതത്തിൽ കാലക്രമേണ പരിണാമമുണ്ടായി, അവൻ മനുഷ്യനായി തീർന്നു എന്നാണ്. ഇങ്ങനെ നിരവധി ശാസ്ത്രങ്ങൾ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയപ്പെടും. അതിലൊന്നാണ് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചു, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമനുസരിച്ച്. എന്നാൽ നീണ്ട നാളത്തെ പഠനങ്ങൾക്കൊടുവിൽ അമേരിക്കൻസ് ഒരു യുവ സയന്റിസ്റ്റായ ഒരു ചെറുപ്പക്കാരൻ തന്റെ ദീർഘകാലത്തെ ഗവേഷണത്തിനൊടുവിൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണ്, മനുഷ്യൻ ഉണ്ടായത് അങ്ങനെയല്ല, മനുഷ്യനൊരു സങ്കര സന്തതിയാണെന്ന് ആ യുവ സയന്റിസ്റ്റ്
2015 അവസാനത്തെ കാലഘട്ടത്തിൽ താൻ തെളിയിക്കുവാനിടയായി. അത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണ്. അങ്ങനെയല്ല മനുഷ്യനുണ്ടായത്. മനുഷ്യൻ കേവലം ഒരു സങ്കര സന്തതിയാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിമ്പാൻസിയുടെയും അതുപോലെ മനുഷ്യൻ പന്നിയുടെയും സങ്കര സന്തതി എന്ന് ആ യുവ സയന്റിസ്റ്റ് തന്റെ ഗവേഷണത്തിൽ മനസ്സിലാക്കി. മനസ്സിലാക്കാൻ കാരണമുണ്ട്. മനുഷ്യന്റെ അവയവങ്ങളോട് സാമ്യമുള്ള ചില അവയവങ്ങൾ ചിമ്പാൻസിക്കും ചില അവയവങ്ങൾ പന്നിക്കും ഉള്ളതുകൊണ്ട് മനുഷ്യൻ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് കുരങ്ങിൽ നിന്ന് മാത്രമല്ല, കുരങ്ങിൽ നിന്നല്ല ഉണ്ടായത്, നേരെ മറിച്ച് അവനൊരു സങ്കര സന്തതിയാണ് അവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുരങ്ങിന്റെ അല്ലെങ്കിൽ ചിമ്പാൻസിയുടെ ചില അവയവ സാമ്യങ്ങൾ മാത്രമല്ല, കുരങ്ങിന്റെ ചില സ്വഭാവ സാമ്യതകൾ, സ്വഭാവ ഗുണങ്ങൾ കൂടി ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് പോട കുരങ്ങ എന്ന് പലരും എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. കാര്യം കുരങ്ങിന്റെ സ്വഭാവം, കുരങ്ങിന്റെ അവയവ സാമ്യം. ചുമ്മാതെ പറയുന്ന ദീർഘവർഷം ഈ അമേരിക്കൻ യുവ സയന്റിസ്റ്റ് പഠിച്ച് ഗവേഷണങ്ങൾ തെളിവ് സഹിതം പഠിച്ച് അനന്തരം താൻ തെളിയിക്കപ്പെടുന്നു ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണ്, അങ്ങനെയല്ല മനുഷ്യനുണ്ടായത്. 2, പന്നിയുടെ ചില അവയവ സാമ്യങ്ങൾ, പന്നിയുടെ ചില സ്വഭാവങ്ങൾ. അതുകൊണ്ടാണ് പന്നി എന്നൊക്കെ എന്ത് ചെയ്തത്? മനുഷ്യന്റെ സ്വഭാവം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർ വിളിച്ചു പറയുന്നത്. കാരണം എന്താ? മനുഷ്യന്റെ സ്വഭാവം പലപ്പോഴും പന്നിയുടെ സ്വഭാവത്തെ പോലെ മാറുന്നു. ഇങ്ങനെ നിരവധി തെളിവുകൾ ശാസ്ത്രസഹിതം മനുഷ്യനുണ്ടായത് വേദപുസ്തകം അനുസരിച്ച് ദൈവത്തിന്റെ രൂപത്തിലല്ല, സാദൃശ്യത്തിലല്ല എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ശാസ്ത്രത്തിന് നിന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നതും ശക്തമായി പഠിപ്പിക്കുന്നതും തെളിവ് സഹിതം പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനെ തന്റെ രൂപത്തിലും തന്റെ സാദൃശ്യപ്രകാരം ഉണ്ടാക്കി എന്നാണ്. എന്തിനാണ് ഉണ്ടാക്കിയത്? നേരത്തെ പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവം എന്നെ പഠിപ്പിച്ചതും ഞാൻ മനസ്സിലാക്കിയതും ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, the communication with God and the man. ദൈവത്തിന് മനുഷ്യനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബന്ധമുണ്ടാകണം. ഡയറക്റ്റ്ലി, നേരിട്ട്, യാതൊരുവിധ ഉപാധികൾ കൂടാതെ, യാതൊരുവിധ മധ്യസ്ഥതകൾ കൂടാതെ, യാതൊരുവിധമായ അതേ മധ്യസ്ഥന്മാർ കൂടാതെ ദൈവത്തിന് നേരിട്ട് മനുഷ്യനുമായിട്ട് ഒരു ബന്ധമുണ്ടാകേണ്ടതിന് God created man to have a communication with the God and the man. മനുഷ്യനും ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടാകണം. രണ്ടാമത്, ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം the communication with God and the man. മനുഷ്യനും ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടാകുക മാത്രമല്ല, മനുഷ്യന് ദൈവമായിട്ട് ഒരു സംഭാഷണം, തുറന്ന ശൈലിയില്, അവന്റെ ഭാഷയില്, തനതായ ശൈലിയില് ദൈവത്തിന് മനുഷ്യനും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടാകേണ്ടതിന് ഈ രണ്ടുവിധ പർപ്പസോട് കൂടിയാണ് ദൈവ മനുഷ്യനെ തന്റെ രൂപത്തിലും സാദൃശ്യപ്രകാരം ഉണ്ടാക്കിയത്. മനുഷ്യനുമായിട്ട് ദൈവം സംഭാഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനുമായിട്ട് ദൈവം അത് ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമുക്ക് വേദപുസ്തകത്തിനകത്ത്, അതേ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന് 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാതിരിക്കുന്ന ഒരു വാക്യമാണ്, വെയിലാറിയപ്പോൾ. ഒരാവർത്തി വായിച്ചാൽ, ഒന്ന് വായിച്ചാൽ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കേണ്ടതിന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ തോട്ടത്തിൽ നടക്കുന്ന എന്തിനു വേണ്ടിയ? മനുഷ്യനുമായിട്ട് ഒരു സംഭാഷണത്തിന് വേണ്ടി, മനുഷ്യനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി, ഒരു ബന്ധത്തിന് വേണ്ടി വെയിലാറിയപ്പോൾ ദൈവം തമ്പുരാൻ തോട്ടത്തിൽ നടക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെയിലാറിയ, മലയാളം ബൈബിൾ അങ്ങനെ തന്നെയാണ്.
പക്ഷേ മറ്റിതര ഭാഷാ ബൈബിൾ നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഇവിടെ പറയുന്നത് വെയിലാറിയ സമയമല്ല. തമിഴ് ചൊല്ലുമ്പോൾ പകലിൽ കുളിർച്ചയാണ് വേളയിൽ എന്നാണ്. അതായത് പകലിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സമയം. ഇംഗ്ലീഷ് ബൈബിളിൽ ദ കൂൾ ഓഫ് ദി ഡേ എന്നാണ്. അതും സെയിം തന്നെയാണ്. ഹിന്ദിയിലാണ് തന്നെയാണ്. മലയാളം ഒഴികെ ബാക്കി സകല ബൈബിളുകളിലും സെയിം അർത്ഥമാണ്. വെയിലാറുന്ന സമയത്തല്ല, നേരെ മറിച്ച് കൂൾ ഓഫ് ദി ഡേ, പകലിൽ തണുപ്പുള്ള സമയത്ത് ദൈവ മനുഷ്യനോട് ഒന്ന് സംഭാഷിക്കേണ്ടതിന്, ദൈവ മനുഷ്യനോട് അത് ബന്ധപ്പെടേണ്ടതിന്, മനുഷ്യനുമായിട്ട് നേരിട്ട്, അത് ഒരു മധ്യസ്ഥൻ കൂടാതെ, ഒരു വ്യക്തികൾ കൂടാതെ, ആരുടെയും മധ്യസ്ഥതയില്ലാതെ, മറ്റു മാധ്യമങ്ങളില്ലാതെ നേരിട്ട് ദൈവം മനുഷ്യനോട് സംഭാഷിക്കേണ്ടതിന്, ദൈവം നേരിട്ട് മനുഷ്യനോട് അതേ സഹവർത്തിതമാചരിക്കേണ്ടതിന് വെയിലാറുന്ന സമയത്ത് ഇറങ്ങി വരുമായിരുന്നു. ഇന്ന് രാത്രിക്കാർ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവ മനുഷ്യനെ ഉണ്ടാക്കിയത് പ്രധാനപ്പെട്ട കാരണം to have a great conversation with God and man, to have a great communication with God and man. ഇതിനു വേണ്ടിയാ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മരിച്ചു പോകാനല്ല, ചത്തുപോകാനല്ല. മനസ്സിലായി? മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ഇത്തരത്തിൽ ജീവിക്കുവാനല്ല. അപ്പൊ ദൈവ മനുഷ്യനെ തന്റെ രൂപത്തിലും തന്റെ സാദൃശ്യപ്രകാരം ഉണ്ടാക്കി. അന്ന് നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നിരവധി സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏതൻ തോട്ടത്തിൽ കൊണ്ടാക്കി അതേ വേല ചെയ്യണം. ആ വേല എന്ന് പറയുന്നത് വിയർപ്പ് കൂടാതെ, വിയർപ്പ് തുള്ളി കൂടാതെ ഉപജീവന മാർഗം കഴിക്കത്തക്ക എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടതയില്ലാതെ, വലിയ ദുഃഖമില്ലാതെ, നിരാശയില്ലാതെ, വേദനയില്ലാതെ, ശരീരം വിയർക്കാതെ, മനസ്സിലായ ശരീരം വേദനിക്കാതെ, ശരീരം അതേ നോവ് കൂടാതെ മനുഷ്യൻ വേല ചെയ്യത്തക്കവണ്ണമാണ് മനുഷ്യന് ദൈവം തമ്പുരാൻ എന്ത് ചെയ്തത്? അതേ നിർമ്മിച്ച് തന്റെ രൂപത്തിൽ തന്റെ സാദൃശ്യപ്രകാരം ഉണ്ടാക്കിയിട്ട് ഏദൻ തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, ഏദൻ തോട്ടത്തിൽ ബൈബിളിൽ ഏദൻ തോട്ടം എന്ന് പറയപ്പെടുമ്പോൾ അത് നിരവധി തെളിവുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പാർക്കുന്ന ഈ ഭൂമി വേദപുസ്തകം അനുസരിച്ച് മൂന്നാമത്തെ ഭൂമിയാണ്. ഒന്നാമത്തെ ഭൂമിയിൽ ദൂതന്മാർ താമസിച്ചിരുന്നു. അപ്പൊ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി അവിടെ വേല ചെയ്യണം, ആ തോട്ടത്തെ കാക്കണം. മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് തിന്നാം, ഇഷ്ടം പോലെ കഴിക്കാം, വിഷം പണക്കി കഴിക്കാം. പക്ഷേ ഒരു വ്യവസ്ഥ മാത്രം. എന്താണ്? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഏതായാലും മനുഷ്യന്റെ അനുസരണക്കേട് നിമിത്തം എന്ന് പറഞ്ഞാൽ പാപം സമം എന്താണ്? അനുസരണക്കേട്. Sin is equal to disobedience. പാപം എന്നാൽ എന്താ? അനുസരണക്കേട്. അരുത് എന്ന് പറഞ്ഞാൽ അരുത് തന്നെയാണ്, വിലക്ക് തന്നെയാണ്. അപ്പോൾ മനുഷ്യന്റെ പാപം, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നതുപോലെ മനുഷ്യന്റെ പാപം നിമിത്തം മാനവകുലം മുഴുവനും, മാനവരാശി മുഴുവനും, സകല മനുഷ്യരും പാപികളായി തീർന്നു. ആ പാപിയായ മനുഷ്യനെ ചുരുക്കം പറഞ്ഞാൽ ഈ ഘർവാപ്പസി എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരിക. പാപം ചെയ്തു പോയ മനുഷ്യനെ അവന്റെ ഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. ഏതൻ പറുദീസയുടെ അനുഭവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. നഷ്ടപ്പെട്ടു പോയതായ അത് ദൈവിക തേജസ്സിലേക്ക് മടക്കിക്കൊണ്ടുവരണം. നഷ്ടപ്പെട്ടു പോയ നിത്യ രക്ഷയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരണം. നഷ്ടപ്പെട്ടു പോയതായ സകല അനുഗ്രഹത്തിലേക്ക് മനുഷ്യനെ മടക്കി കൊണ്ടുവരണം. പാപം ചെയ്തപ്പോൾ ആരായി? നഷ്ടപ്പെട്ടവനായി ഭാവിയായ മനുഷ്യൻ ദൈവസന്നിധി വിട്ട്, നമുക്കറിയാം ദൈവം അവരെ എന്ത് ചെയ്തു? ആട്ടിപ്പുറത്താക്കി. നല്ല സുഖ സൗകര്യം ജീവിക്കേണ്ട മനുഷ്യൻ
അനുസരണക്കേട് നിമിത്തം, പാപം നിമിത്തം എന്ത് ചെയ്തു? ദൈവം അവരെ ആട്ടി പുറത്താക്കി. ആട്ടി പുറത്താക്കി ദൈവം. എന്നാൽ ഈ മനുഷ്യരെ വീണ്ടും എന്റെ ഭവനത്തിലേക്ക്, എന്റെ രക്ഷയിലേക്ക്, എന്റെ കൃപയിലേക്ക്, എന്റെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചു. തന്റെ രൂപത്തിലും സാദൃശ്യപ്രകാരം ഉണ്ടാക്കിയ മനുഷ്യനാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, മണ്ണിന്റെ പേരിൽ തമ്മിൽ തകരാറുള്ളവരല്ല. അതുകൊണ്ട് ഇവരെ എന്റെ പഴയ അനുഭവത്തിലേക്ക്, എന്റെ പഴയ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇവരെ മടക്കി സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഗർഭാപ്പസിയിലേക്ക് അവരെ മടക്കി കൊണ്ടുവരണം. അങ്ങനെ മടക്കി കൊണ്ടുവരണമെങ്കിൽ, മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയ ഈ അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെങ്കിൽ മനുഷ്യനായി പോകണം. മനുഷ്യന്റെ അടുക്കൽ പോകണം. മനുഷ്യന്റെ അടുക്കൽ പോയാൽ മാത്രം പോരാ, മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കണം. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കണം. അവരുടെ ഹൃദയം അറിഞ്ഞ് സംസാരിക്കണം. അവനും എന്നോട് സംസാരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനുഷ്യനായി തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് അവൻ നഷ്ടപ്പെട്ടു പോയ സ്വന്തം ഭവനത്തിലേക്ക് എന്റെ രൂപത്തിലും എന്റെ സാദൃശ്യപ്രകാരം ഉണ്ടാക്കിയ മനുഷ്യരെ മടക്കിക്കൊണ്ടുവരണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ താല്പര്യം ഏകദേശം 2024 വർഷങ്ങൾക്ക് മുമ്പ് അതേ സാക്ഷാൽ ദൈവം തമ്പുരാൻ ആരായി അവതരിച്ചു? ദാസനായി അവതരിച്ചു. ഫിലിപ്പിയ ലേഖനം നമുക്കറിയാം. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് ദാസൻ എന്നാണ്. ദാസനും വേലക്കാരനും വ്യത്യാസവും. ഞാൻ വടക്കേ സംസ്ഥാനങ്ങളിൽ പോകുന്ന മനുഷ്യനാണ്. ഇന്ത്യ ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും പോകുകയും ദൈവം പ്രസംഗിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. ഞാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അന്ന് അവിടുത്തെ ഒരു ദിവസത്തെ ശമ്പളം രാവിലെ 6 മണി മുതൽ വൈകിട്ട് ഇരുട്ടുന്നത് വരെ ജോലി ചെയ്താൽ 40 രൂപയാണ് ശമ്പളം. 40 രൂപ 40 രൂപ ശമ്പളമാണ്. ആ 40 രൂപ ശമ്പളം വാങ്ങുന്ന അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവൻ ഒരു ദിവസം എത്ര രൂപ ശമ്പളം വാങ്ങുന്നറിയാമോ? ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ HMIയുടെ ഹെഡ് ഓഫീസില് കല്ലിശ്ശേരിയിൽ പോയിട്ട് തിരികെ വരുന്ന കൂട്ടത്തിൽ എനിക്കും അത്യാവശ്യമായിട്ട് ഒരു ചെറിയ ലോൺ ഉണ്ട്. ആ ലോണിന്റെ വിഷയത്തിന് വേണ്ടി തൊട്ടടുത്ത SBIയിലേക്ക് കയറി. 3 മണിക്ക് മുമ്പ് പൈസ അടയ്ക്കാൻ, അല്ലെങ്കിൽ ബാങ്കിൽ ക്ലോസ് ആവും. അങ്ങനെ ഞാൻ വേഗത്തിൽ ചെന്നിട്ട് പൈസ അടയ്ക്കേണ്ടതൊരു ഫോം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അതിഥി തൊഴിലാളി എൻ്റെ അടുക്കൽ വന്നു. എന്നോട് സാറേ ഇത് പൂരിപ്പിച്ചു തരാം. ഞാൻ പൂരിപ്പിച്ചു. എമൗണ്ട് എത്ര ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞത് 17,000 എന്നാണ്. 16,000 രൂപ. മനസ്സിലായി? 16,000 രൂപയാണ് സ്വന്തം നാട്ടിലേക്ക് പുള്ളിക്കാരൻ. അവിടെ 40 രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന ഹിന്ദിക്കാരൻ. ഞാൻ പറഞ്ഞു വരുന്നത്, വേലക്കാരനെ സംബന്ധിച്ച് എന്തുണ്ട്? അവന് കൂലിയുണ്ട്, ഫിക്സഡ് സാലറി. അവൻ എന്തുണ്ട്? അവൻ കുറിക്കപ്പെട്ടതായ ശമ്പളം. അവൻ ജോലി കഴിഞ്ഞ ഉടനെ അവൻ ശമ്പളം ചോദിക്കും. 1000, 1200 അല്ലെങ്കിൽ 1500 രൂപ ശമ്പളം ചോദിക്കും. പക്ഷേ ദാസനെ സംബന്ധിച്ച് എന്തില്ല? ഫിക്സഡ് സാലറി, കുറിക്കപ്പെട്ട ശമ്പളമില്ല. എന്തെങ്കിലും യജമാനൻ കൊടുക്കുന്നുവെങ്കിൽ, അതാ ബൈബിൾ പറയുന്നത്, ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസയുടെ കണ്ണ് യജമാനത്തിയുടെ കൈ. അപ്പോൾ ദാസനെ സംബന്ധിച്ച് അവന് കിട്ടും കിട്ടത്തില്ല യാതൊരു പ്രതീക്ഷ. ഒരുപക്ഷെ കിട്ടാം, ഒരുപക്ഷെ കിട്ടാതിരിക്കാം. ഇതുപോലെയാണ് അവ യേശു, അത് സാക്ഷാൽ ദൈവം തമ്പുരാൻ ഒരു ദാസന്റെ രൂപമെടുത്തു. വേലക്കാരന്റെ രൂപമല്ല, ദാസന്റെ. ഞാൻ നേരത്തെ പറഞ്ഞ ദാസനെ സംബന്ധിച്ച്, വേലക്കാരനെ സംബന്ധിച്ച് അവനെന്തുണ്ട്? ഫിക്സഡ് സാലറി ഉണ്ട്. പക്ഷെ ദാസനെ സംബന്ധിച്ച് കിട്ടിയാൽ കിട്ടി.
കുടിച്ചാൽ കുടിച്ചു, കഴിച്ചാൽ കഴിച്ചു. നോക്കിയാട്ടെ, യേശുവിന്റെ ജീവിതം അങ്ങനെയല്ലായിരുന്നു. കിട്ടിയെങ്കിൽ കിട്ടി, കുടിച്ചെങ്കിൽ കുടിച്ചു, കഴിച്ചെങ്കിൽ കഴിച്ചു, ഉറങ്ങിയെങ്കിൽ ഉറങ്ങി. അങ്ങനെ ജീവിച്ചിരുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, യേശു ദാസരൂപം എടുത്തത്, സാക്ഷാൽ ദൈവം തമ്പുരാൻ ദാസരൂപം എടുത്തത് എന്ന് പറയാൻ എന്നെ പോലെ നിങ്ങളെ പോലെ നമ്മുടെ ശരീരമായി. അത് ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവൻ മനുഷ്യർ 99% ദൈവദാസന്മാരും പറയുന്നത് അവൻ യേശു 100% മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഏതും തോട്ടത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഏത് അവകാശമുണ്ടല്ലോ, മകൻ എന്ന അവകാശം, അതെ മകൾ എന്ന അവകാശം. അത് മാത്രമല്ല, ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ആൻഡ് ദി മാൻ, ദ കോൺവെർസേഷൻ വിത്ത് ഗോഡ് ആൻഡ് ദി മാൻ, ദൈവമായുള്ള ബന്ധവും ദൈവമായിട്ടുള്ള അതേ സംഭാഷണവും നഷ്ടപ്പെട്ടു പോയ ഈ 3 കാര്യങ്ങൾ പ്രധാനമായും മനുഷ്യന് തിരികെ നൽകേണ്ടതിനാണ് സാക്ഷാൽ ദൈവം തമ്പുരാൻ മനുഷ്യന്റെ അവതാരമായി ഈ ഭൂമി അവതരിച്ച യേശുവിനെ ജീവന്റെ കാലം മുഴുവനും ശക്തമായി വ്യക്തമായി ലഭിക്കുന്ന അവസരങ്ങളിൽ മറ്റൊരു രക്ഷയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് യേശു മാത്രമാണ്. യേശു ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും അടിക്കത്തില്ല. മനസ്സിലായോ? യേശു ദൈവം എന്ന് പറഞ്ഞാൽ ആരും അടിക്കത്തില്ല, ആരും ഒന്നും പറയത്തില്ല. പക്ഷേ യേശു മാത്രം ദൈവം എന്ന് പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ only one living God എന്ന് പറയുമ്പോൾ യേശു മസിഹാലി ഹാലലി ഏകി ജീവിത പരമേശ്വരൻ ഒരുപക്ഷെ നമ്മൾ പറയുമ്പോൾ ഉപദ്രവം ഉണ്ടായേക്കാം, അത് പീഡനം ഉണ്ടായേക്കാം, അത് കഷ്ടത ഉണ്ടായേക്കാം. എന്തായാലും ഈ അറിഞ്ഞ സത്യത്തെ ജീവനുള്ള കാലത്തോളം ശ്വാസ രേഖ എന്ന് പറഞ്ഞാൽ എത്ര വരെ എവിടം വരെ നമ്മുടെ ശ്വാസം നിൽക്കുമോ അതുവരെ എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് യേശുവിനെ ഉയർത്തുക എന്നുള്ളത്. അതിനായിട്ടാണല്ലോ ഈ കൺവെൻഷൻ യോഗങ്ങൾ മാസത്തിന്റെ എല്ലാ അവസാനത്തെ നാളുകളിൽ ഇങ്ങനെ ഈ ആലയത്തിൽ മുറ്റത്തെ കൺവെൻഷനായി അതേ ക്രമീകരിക്കപ്പെടുന്നത്. രണ്ടാമത്തെ കൂടമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാമ്പലങ്ങൾ അത് നടത്തിയുള്ള കൺവെൻഷനോടനുബന്ധിച്ച് അത് ശക്തമായി ഇവിടെ ദൈവം പ്രസംഗിക്കുവാൻ അവസരം വന്നു. രണ്ടാമതായി ഇന്ന് രാത്രിയിലും ഇങ്ങനെ അവസരം നൽകിയ ദൈവത്തെ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതായ എന്നെ സ്നേഹിതനായ ഞാൻ 1999 തിരുവനന്തപുരം കീഴ്മാനടുത്ത് മഞ്ഞപ്പാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു സഭാ ശുശ്രൂഷകനായി ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കഥാടദാസനെ അവൻ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ തുടങ്ങിയ പരിചയം, അന്ന് മുതൽ തുടങ്ങിയതായ ആത്മീയ ബന്ധം ഇന്ന് വരെ കാത്തു സൂക്ഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. എന്നെ ക്ഷണിച്ച കഥാടദാസനോടും കുടുംബത്തോടും എന്നെ ശ്രമിച്ചതായ ദൈവദാസന്മാരോടും വിടിയാവിടി ശ്രമിച്ചതായ സകല ദൈവജനത്തോടും സകല പേർക്കും ക്രിസ്തുനാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ നന്ദി അറിയിച്ചുകൊണ്ട് ഇവനാരെന്നുള്ള ചോദ്യത്തിന് മറുപടി അനവധി കാര്യങ്ങളുടെ പുസ്തക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുണ്ടെങ്കിലും ഒന്ന്, അവൻ ലോകത്തിന്റെ ഭാവത്തെ ചുമക്കുന്ന കുഞ്ഞാടാണ്. 2, ആലയത്തിന്റെ തന്നെ മഹോന്ന ദൈവത്തിന്റെ പുത്രനാണ്. 3, അവൻ സാക്ഷാൽ ദൈവം തന്നെയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, മാനിക്കട്ടെ. ഇവിടുത്തെ വേലയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അവൻ ഹാള് വരുന്നതിന് മുമ്പ് മുറിക്കകത്ത് നടന്ന ആരാധന മുതൽ വർഷങ്ങളായി അവരുടെ കുടുംബമായും അല്ലാതെയൊക്കെ ഉള്ള കൂട്ടായ്മകളിൽ കടന്നു വരികയും കിട്ടുന്ന സമയത്ത് സംബന്ധിച്ച് വന്ന സമയങ്ങൾ ചെലവഴിക്കുകയും ഒക്കെ ചെയ്ത ആ സ്നേഹബന്ധത്തെ ഇന്ന് രാത്രിയിൽ വീണ്ടും വിളിക്കുവാൻ എന്നെ ക്ഷണിച്ച പ്രത്യേക നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുതു പ്രാപിപ്പാൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുതു പ്രാപിപ്പാൻ. കേൾപ്പാരായി തൻ കാഹളധ്വനി നാം പോകാരാ ഈ പാർത്തരം വിട്ട് തേജാസേരം പോലെ. കേൾപ്പാരായി തൻ കാഹളധ്വനി നാം പോകാരാ
ധരിച്ചിടുക. ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ ധ്വനി നാം പോകാറാ ഈ പാത്തരം വിട്ട് വളരെ അനുഗ്രഹീതമായി വളരെ ഐശ്വര്യമായി ദൈവത്തിന്റെ വചനം ഘോഷിപ്പാൻ കർത്താവിൻ ബഹുമാന്യ ദേവദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ. വളരെ ശക്തിയോട് ദൈവത്തിന്റെ ആത്മാവിൽ എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. ദൈവാത്മാവ് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. അനേകരുടേതായ ചോദ്യങ്ങളാണ്. ഹല്ലേലൂയ. ദൈവം ആരാണ്? ഹല്ലേലൂയ. അനേകർ പറയുന്നത് ദൈവം പ്രവാചകനാണെന്നാണ്. പലരും പറയുന്നത് മനുഷ്യപുത്രനായി ജനിച്ചു. പലരും പറയുന്നു ഹല്ലേലൂയ യേശു കർത്താവ് ദൈവവും ഒന്നുമില്ല, ഹല്ലേലൂയ ഒരു അവതാരമാണ് എന്നാണ്. പക്ഷേ ഇന്ന് രാത്രികാലം വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് ആരാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ കർത്താവിൻ ബഹുമാന്യ ദേവദാസൻ ഷാജി പുരമൺ പാസ്റ്ററോട് ഹല്ലേലൂയ അത് വരച്ചു കാട്ടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അവൻ ദാസനായി ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. ഭൂമിയുടെ അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേ ഹല്ലേലൂയ ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ ആദ്യം തന്നെ പിതാവിനോട് ചേർന്ന് മനുഷ്യപുത്രനായി ഹല്ലേലൂയ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആ ദൈവം ഹല്ലേലൂയ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ആ കാലാം അവസാനത്തുകൾ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണമിടയായി എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയായി. ആ കർത്താവ് ഹല്ലേലൂയ സർവശക്തനായ ദൈവം, ദൈവത്തിന്റെ അത്യുന്നതമായ പരിശുദ്ധാത്മാവാകുന്ന ആ ദൈവം ഒരു മനുഷ്യാവതാരമായിട്ട് മനുഷ്യനായി ജഡാവതാരമായി ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ച് ഭൂമിയിലേക്ക് കടന്നു വന്നത് അത് ദൈവത്തിന്റെ പ്ലാനാണ്. അത് എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കുള്ള വീണ്ടെടുപ്പാണ്. ഹല്ലേലൂയ. ആ കർത്താവ് ഒരു പക്ഷേ വന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം ഞാനും നിങ്ങളുമൊന്നും ഇത്തരത്തിൽ ഒരു ദൈവ പൈതലെന്നോ ഹല്ലേലൂയ ഒരു ദൈവദാസനെന്നോ ഒരു പാസ്റ്ററെന്നോ ഒരു ദൈവിക പുരോഹിത വർഗമായി നാം എത്തുകയില്ലായിരുന്നു. മാത്രമല്ല സകല പാപികളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായിട്ട് യേശു കർത്താവ് ജനിച്ചു. അവൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവമാണ് എന്ന് വ്യക്തമായി ശക്തമായി കർത്താവിന്റെ ദാസനിലൂടെ അത് വരച്ചു കെട്ടുവാൻ തക്കവണ്ണമിടയായല്ലോ. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നാം ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കും, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ബഹുമാന്യ ദേവദാസൻ
ഹല്ലേലൂയ കരിക്കാൻ IPC സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന ബഹുമാനമുള്ള പാസ്റ്റർ ജോൺസൺ നോഹ ദൈവദാസൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ഇവിടുന്ന് കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഈ ദിവസങ്ങളിലൂടെ നടന്ന മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്തു. മുറ്റം കൺവെൻഷനെ നീ ഇത്രത്തോളം അനുഗ്രഹിച്ച വലിയ കൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ വന്ന ശുശ്രൂഷ അങ്ങയുടെ വിലപ്പെട്ട അഭിഷേകത്തിനായി സ്തോത്രം. ദൈവദാസനെ അവിടുന്ന് ഉപയോഗിച്ച വലിയ കൃപകൾക്കായി സ്തോത്രം. ക്രൂശിന്റെ മറവിൽ മറച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിപ്പാൻ ദൈവം ഇടയാക്കിയ വലിയ കൃപകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും ആയിരങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തന്റെ മിനിസ്ട്രിയോട് അനുഗ്രഹിക്കണമേ, തന്റെ കുടുംബത്തെയോട് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കർത്താവേ മീറ്റിങ്ങിന് നേതൃത്വം നൽകിയ ഇവിടുത്തെ വിലപ്പെട്ട അഭിഷേകത്തിനായി സ്തോത്രം. ദാസനെയും കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തു എന്താണെന്ന് വ്യക്തമായി ദൈവദാസനോട് കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി, ദൈവീയ സന്ദേശങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇത് അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കുവാൻ, അനേകർ പാപികൾ മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, യേശുവിനെ അറിയുവാൻ, സത്യവെളിച്ചം കാണുവാൻ ദൈവാത്മാവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് അനേകർ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ കടന്നു വരുവാൻ ദൈവമേ നീ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന അങ്ങയുടെ വിലപ്പെട്ട ജനത്തിനായി സ്തോത്രം. ദൈവമേ നീ ഇവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. അവർ കടന്നു വന്നതുപോലെ ഇരട്ടി അനുഗ്രഹവും വിടുതലും പ്രാപിച്ച് മടങ്ങി പോകുന്നവരായി തീരുവാൻ ദൈവാത്മാവ് സഹായിക്കും. രോഗികളെ സൗഖ്യമാക്കും, അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. തലമുറകളെ ദൈവം ഉപയോഗിക്കണമേ. യേശുവിനെ അറിഞ്ഞ് ജീവിപ്പാൻ ദൈവാത്മാവ് അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ഓ ഹാലി മീറ്റിംഗിന്റെ ആദ്യം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിച്ചതിനായി സ്തോത്രം. സകലമാനം മഹത്വം ബഹുമാനം പുകഴ്ച ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഉപവാസത്തോട് ആരംഭിച്ച് കഴിഞ്ഞ ദിവസം പരസ്യകാലം മുഴുവനും ബോംബെയിൽ നിന്നൊക്കെ കടന്നു വന്ന ദൈവദാസന്മാരുമായിട്ടുള്ള പരസ്യയോഗങ്ങൾ ഇന്ന് ഈ മുറ്റത്ത് കൺവെൻഷൻ ഒക്കെ വളരെ അനുഗ്രഹമായിട്ട് നടത്തുവാൻ സ്വർഗത്തിൻ്റെ ദൈവം സഹായിച്ചത്. എല്ലാ മാസവും 3-ാമത്തെ ആഴ്ച ഇപ്രകാരം ഒരു 3 ദിവസത്തെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ കടന്നു വന്നതുമായ എല്ലാ കർത്താവിനും ബഹുമാന്യ ദേവദാസന്മാർക്ക്, പ്രിയപ്പെട്ടവർക്ക് ഉള്ള വിശേഷാൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിശേഷാൽ ജോൺസൺ പാസ്റ്റർ, രാജു പാസ്റ്റർ, അതേപോലെ അരുൺദേവദാസൻ, പ്രിയ അമ്മാമ്മ, ആലുലിയ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വിശേഷാൽ അരുണിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും ഈ 3 ദിവസത്തെ പ്രോഗ്രാമിനോട് ചേർന്നു കർത്താവിന്റെ കാലാവസാനം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്തു തന്ന കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ശുശ്രൂഷയിൽ ആയിരുന്ന കർത്താവിന് ബഹുമാന്യ ദേവദാസനോട് വിശേഷാൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ധാരാളമായി ദൈവത്തെ അനുഗ്രഹിക്കട്ടെ.